ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഞാൻ ഈ ഇഡ്ഡലിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ദോശമാവ്, ഇത് ഇഡ്ഡലിയുടെ മാവ് എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാലും അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് യാതൊരു മാറ്റം വരത്തില്ല കേട്ടോ. നമ്മൾ ഒരു 3 ദിവസമൊക്കെ എടുക്കുമായിരിക്കും ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ ബാറ്റർ. പക്ഷേ എത്ര ദിവസം ഇരുന്നാലും അതിൻ്റെ ബാറ്ററിന് യാതൊരു ഹാർഡ്നെസ് വരത്തില്ല കേട്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 2.5 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, ഇവയെല്ലാമാണ് ഞാൻ കുതിർക്കാൻ ഇട്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് കേട്ടോ കുതിർക്കാൻ ഇട്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ രാത്രിയിൽ 9 മണിയായി, ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 8 മണിക്കൂർ തന്നെ ധാരാളമാണ് ഇത് കുതിരാൻ വേണ്ടി. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ ഓരോ ദിവസം കഴിയുന്നതോറും മാവ് അങ്ങ് പുളിച്ച് വരും. അപ്പോൾ നമുക്ക് ഒട്ടും കഴിക്കാൻ തോന്നത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാവിന് പുളി ഇഷ്ടമേ അല്ല. അപ്പം പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം അരി അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് കുതിർക്കാൻ ഇടുമ്പോൾ തന്നെ ഒന്നിച്ചാണ് കുതിർക്കാൻ ഇടുന്നത്. അതായത് അരിയും പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ ഒന്നിച്ചാണ്. ചിലരൊക്കെ സെപ്പറേറ്റ് ആക്കി പാത്രത്തിൽ ഇടുന്നത് കാണാം. പക്ഷേ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ഒന്നിച്ച് തന്നെ ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ഒന്നിച്ചങ്ങ് അരച്ചെടുക്കാമല്ലോ. ജാറിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്, അരിയും ഉഴുന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കുതിർക്കാനിട്ട വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇഡ്ഡലിയും ദോശയും നല്ല സോഫ്റ്റായി കിട്ടാൻ ഈ ഉഴുന്നിൻ്റെ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ ചേർക്കുക. അതാണ് അതിൻ്റെ ഗുണവും. അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം കുതിർക്കാൻ ഇടുന്ന സമയത്ത് അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയിട്ട് ഒരുപാട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കുതിർക്കാനിടാൻ. അപ്പോൾ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ലല്ലോ. ഇഡ്ഡലിക്കായതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരച്ചാൽ മതി. മാവ് അരച്ച് ഒഴിക്കുന്ന പാത്രം സ്റ്റീൽ പാത്രം എടുക്കാൻ നോക്കുക കഴിവതും. പ്ലാസ്റ്റിക്കോ അതല്ലെങ്കിൽ അലൂമിനിയം പാത്രമോ കഴിവതും ഒഴിവാക്കുക. ഈ മാവ് ഇരുന്ന് പുളിക്കുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. കാരണം പ്ലാസ്റ്റിക്കിൻ്റെയും അതേപോലെ അലൂമിനിയത്തിൻ്റെയും അംശങ്ങൾ ശരീരത്തിൽ ചെന്നാൽ ക്യാൻസറിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സ്റ്റീൽ പാത്രം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ അരയ്ക്കാൻ എടുക്കുന്നത് ഒരു കൈപ്പിടി അളവിൽ ചോറാണ് കേട്ടോ. ചോറാണ് സാധാരണ ഞാൻ പണ്ട് മുതലേ അരയ്ക്കാറുള്ളത്. നമ്മുടെ വീടുകളിലെല്ലാം ചോറാണ് അരയ്ക്കാറുള്ളത്. അത് അവിലൊന്നും അരയ്ക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ചോറ് അരയ്ക്കുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്ന വെള്ളം ആ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ അരിയും ഉഴുന്നും അതേപോലെ തന്നെ ചോറും എല്ലാം അരയ്ക്കുന്നത് ആ കുതിർത്ത വെള്ളം വെച്ച് തന്നെയാണ്. അതാണ് ഇഡ്ഡലി അതായത് ദോശയും നല്ല സോഫ്റ്റായിട്ടും നല്ല സ്മൂത്തായിട്ട് പോലും ഇരിക്കുന്നത് കേട്ടോ. ചോറ് അരച്ചതും ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ചോറ് നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇഡ്ഡലിക്ക് വേണ്ടി നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇഡ്ഡലി പൊങ്ങി വരത്തില്ല കേട്ടോ. ഇഡ്ഡലി ആ കുഴിയിൽ പരന്ന് തന്നെ കിടക്കും. അതുകൊണ്ട് ആ മിക്സി ജാറിൻ്റെ ബ്ലേഡ് ഒന്ന് കറങ്ങാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പം ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ചൂടോടെ തന്നെ ഇല്ല അരച്ച ചൂടുണ്ടല്ലോ, മാവിൻ്റെ ചൂടോടെ തന്നെ അങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ചൂടോടെ തന്നെ അങ്ങ് അടച്ച് വെക്കുകയാണെങ്കിലുണ്ടല്ലോ മാവ് നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. ഇനി ഒരു 6-7 മണിക്കൂർ നമുക്കിത് പുളിക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ തലേദിവസം ഞാൻ 9:30-10 മണിയൊക്കെ ആറായപ്പോൾ അരച്ച് വെച്ചതാണ്. അപ്പോൾ രാവിലെ ഒരു 6-6:30 ആയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അമിതമായിട്ട് പുളിച്ചിട്ടുമില്ല, പുളിച്ച മണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ രീതിയിൽ പുളിച്ച മണം ഉണ്ടെങ്കിൽ എനിക്ക് മാവ് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ പുളിക്കാതെയാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പം ഇതിൽ നിന്ന് ഇന്നത്തെ ആവശ്യത്തിന് മാത്രം ഞാൻ മാവ് എടുത്ത് മാറ്റിയിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. മൊത്തത്തിൽ ഉപ്പ് ഇടത്തില്ല. അപ്പം ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് വേണമെങ്കിൽ ഒരു അല്പം വേണം, ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് ദോശയായിട്ടും ചുട്ടെടുക്കാം. അപ്പോൾ ഇഡ്ഡലിക്ക് നമ്മൾ എപ്പോഴും ബാറ്റർ എടുക്കുന്നത് നല്ല കട്ടിക്കല്ലേ, അതെല്ലാവർക്കും അറിയാമല്ലോ, നല്ല കട്ടിക്കല്ലേ ബാറ്റർ എടുക്കുന്നത്. അപ്പം ദോശ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് ഇന്നത്തെ ആവശ്യത്തിന് മാത്രം മാറ്റി എടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മാവ് ഒരു 3 ദിവസത്തേക്ക് കാണും. ഞങ്ങൾ 4 പേര് കഴിക്കുന്നത് 3 ദിവസത്തേക്ക് ഈ മാവ് കാണും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് സൈഡിലുള്ള മാവെല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ട് അങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി പറ്റി പിടിച്ചിരുന്ന മാവൊക്കെ അങ്ങ് വേസ്റ്റായി പോകും. അപ്പോൾ ആ സൈഡിലൊന്ന് വടിച്ചൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഉപ്പ് കട്ട പിടിച്ച് കിടക്കും കേട്ടോ. അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് ഉപ്പ് കടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്.
വെളിച്ചെണ്ണയെക്കാട്ടിലും കൂടുതൽ നല്ലത് നല്ലെണ്ണ തന്നെയാണ്. കാരണം ഇത് പാത്രത്തിൽ നിന്ന് ഇളകി വരാൻ എളുപ്പമാണ്. ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇളകി വരാൻ എളുപ്പമാണ്. അതുമല്ല ടേസ്റ്റുമാണ്. നല്ലെണ്ണ ചേർത്ത് നമ്മൾ ദോശ ചുടുന്നതും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കാം. ആവി വരുമ്പോൾ നമുക്ക് തട്ട് വെച്ചിട്ട് ഇഡ്ഡലി കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവി വന്നതിന് ശേഷം മാത്രമേ ഇഡ്ഡലി കോരി ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഞാനിവിടെ ഓരോ തട്ട് വീതം വെച്ചിട്ടാണ് ഇഡ്ഡലി വേവിച്ചെടുക്കുന്നത്. കാരണം അടിയിലത്തെ തട്ടിൽ ആവി വെള്ളം വീണ് ഇഡ്ഡലി കുളമാവും. കാരണം വെള്ളം വീണ് ഇഡ്ഡലി അങ്ങ് കുഴിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോ തട്ട് വീതം വെച്ചിട്ടാണ് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കുന്നത്. അതേപോലെ പാത്രത്തിൻ്റെ മൂടി വെക്കുമ്പോഴും മൂടി കുറച്ചൊന്ന് ആവി പുറത്ത് പോകത്തക്ക രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അല്ലെങ്കിൽ ആ ആവി വെള്ളം വീണ് ഇഡ്ഡലി മോശമായി പോകും. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇത് നന്നായിട്ട് അത് ആറിയതിന് ശേഷം മാത്രം നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇഡ്ഡലിയുടെ കൂടെ ഞാൻ കഴിക്കാൻ ചമ്മന്തിയും കൂടെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്